പറഞ്ഞ പോലെ തന്നെ ഈ ചർച്ചയിലേക്ക് വഴിവെച്ചത് തന്നെ ശരിക്കും ഒരു പത്രസമ്മേളനം വിളിച്ച് സുരേഷ് കുമാർ പറഞ്ഞ ആ ഒരു സമര തീരുമാനത്തോടുകൂടി ശരിക്കും പറഞ്ഞാല് ഉള്ളിൽ തന്നെ തീർക്കാവുന്ന ഒരു കാര്യം പുറത്തേക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു എടുത്തുചാട്ടത്തിന്റെ ഫലമായിട്ട് തോന്നുന്നില്ലേ? അത് സുരേഷ് ഏട്ടൻ അത് എടുത്തുചാടി പറഞ്ഞു പോകുന്നുള്ളതാണ് എന്റെയും ഒരു അഭിപ്രായം. അത് എന്റേത് മാത്രമല്ല, ഞാനിപ്പോ നമ്മുടെ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി മെമ്പറും കൂടിയാണ്. അപ്പം നമ്മുടെ സംഘടനയ്ക്ക് അഡ്ഹോക് കമ്മിറ്റിക്ക് മൊത്തമുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് നാഥനില്ല കളരി എന്നാണ് അമ്മ എന്നൊരു സംഘടനയെ വിശേഷിപ്പിച്ചത്. ഒരിക്കലും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഇത് മലയാളത്തിലെ ഏത് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട്. കാരണം അമ്മ ഒരിക്കലും നാഥനില്ല കളരിയല്ല. ഞങ്ങള് പോയോ അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ളതാണ്. ഈ അടുത്ത് തന്നെ നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം ഈ അടുത്ത് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അമ്മയിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പം മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫ്രീ ആയിട്ട് അവർക്ക് ആയുഷ്കാലം മുഴുവൻ